ഹായ് ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാലങ്ങളായി മനുഷ്യനെ അലട്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും നമ്മൾ എത്രയൊക്കെ അടുത്തറിഞ്ഞാലും ഉത്തരം കിട്ടാത്ത ചില നിഗൂഢതകൾ. അതിനു മുന്നിൽ ശാസ്ത്രലോകം പലപ്പോഴും നിസ്സഹായമായി നിൽക്കാറുമുണ്ട്. ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നതും അത്തരം ചില ചോദ്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഈ പ്രപഞ്ചം പിറവിയെടുക്കുന്നത് ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. അതിനുശേഷം നടന്ന കാര്യങ്ങളെ വിശദീകരിക്കുവാനായി ശാസ്ത്രലോകത്തിന് ഒരുപാട് തെളിവുകളുമുണ്ട്. പക്ഷേ ബിഗ് ബാങ്ങിന് മുൻപെന്തായിരുന്നു? ഈ ചോദ്യത്തിന് ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല. പലപ്പോഴും അവർ പറയും ഒന്നുമില്ലായിരുന്നു, ശൂന്യത ആയിരുന്നുവെന്ന്. പക്ഷേ ആ ഉത്തരം നമ്മളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുകയുമില്ല. ടൈമും സ്പേസും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചവുമെല്ലാം തന്നെ ബിഗ് ബാങ്ങിന് ശേഷം ഉണ്ടായതാണെങ്കിൽ ആ ബിഗ് ബാങ് എന്ന സിംഗുലാരിറ്റി എവിടെ നിന്നുമാണ് രൂപം കൊണ്ടുവന്നത്? അതിനു മുൻപ് എന്തായിരുന്നു? ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും ആശയക്കുഴപ്പത്തിലുമാകുന്നു. ഒരു പക്ഷേ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മറ്റെന്തോ ഒന്നിൻ്റെ ഒരു ചെറിയ ഭാഗമായിരിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായി അനേകം ഹൈപ്പോത്തസിസുകളും മറ്റ് നിലവിൽ ഉണ്ടെങ്കിൽ പോലും അവയൊന്നും തന്നെ തിയറികളായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് വരികയും ചെയ്തിട്ടില്ല. രണ്ടാമതായി, മനുഷ്യനെ കാലങ്ങളായി അലട്ടുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? ശാസ്ത്രലോകത്തെ എന്നും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. നമ്മുടെ ഈ പ്രപഞ്ചം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലുതും. മനുഷ്യൻ ഇന്നുവരെ നിർമ്മിച്ച ഏറ്റവും ശക്തമായ ടെലിസ്കോപ്പിലൂടെ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിനെയാണ് നമ്മൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒബ്സർവബിൾ യൂണിവേഴ്സിൽ മാത്രം ഏകദേശം 2 ലക്ഷം കോടി ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുണ്ട്. ഇത്രയധികം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടായിട്ടും നമ്മൾ മാത്രമാണ് ജീവനുള്ള ഒരു ഗ്രഹമെന്ന് എങ്ങനെ നമുക്ക് പറയുവാനായി സാധിക്കും? നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ എല്ലാ നക്ഷത്രത്തെയും എല്ലാ ഗ്രഹത്തെയും പോലും നമുക്ക് പൂർണ്ണമായും പഠിക്കുവാൻ പോലും സാധിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് മറ്റ് ജീവികളില്ല എന്ന് നമുക്ക് പറയുവാനായി സാധിക്കുക? ഒരു പക്ഷേ നമ്മൾ അവരെ കണ്ടെത്തുവാനായി പ്രാപ്തരായിട്ടില്ല എന്നതുമാകില്ലേ ഇതിന് മറുവാദം. മൂന്നാമതായി, മനുഷ്യനെ അലട്ടുന്ന ചോദ്യം ഇതാണ്: ഭൂമിയിൽ എങ്ങനെ ജീവൻ രൂപം കൊണ്ടു? നമ്മുടെ ഭൂമിയിൽ ജീവൻ എങ്ങനെ രൂപം കൊണ്ടു എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകത്തിന് ഒരു വ്യക്തമായ ഉത്തരം നൽകുവാനായി ഇന്നുവരെ സാധിച്ചിട്ടില്ല. അബയോജെനസിസും ഹൈഡ്രോതെർമൽ വെന്റ് തിയറിയും RNA വേൾഡ് ഹൈപ്പോത്തസിസും പാൻസ്പെർമിയയും തിയറി ഓഫ് ഡിവൈൻ ഒറിജിനും എന്നിങ്ങനെയുള്ള അനേകം സിദ്ധാന്തങ്ങളുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് പറയുവാനായി ശാസ്ത്രലോകത്തിന് ഇന്നും സാധിച്ചിട്ടില്ല. ഇവിടെ അബയോജെനസിസ് തിയറിയാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് എങ്കിലും അതിനും ചില കുഴപ്പങ്ങളുണ്ട്. DNA റെപ്ലിക്കേറ്റ് ചെയ്യുവാനായി പ്രോട്ടീനുകൾ വേണം. എന്നാൽ പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതാകട്ടെ DNA നിർദ്ദേശമനുസരിച്ചും. ഇവിടെ നമ്മൾ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന അതേ ആശയക്കുഴപ്പത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രലോകത്തെ വട്ടം കറക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ 95% നിർമ്മിച്ചിരിക്കുന്നത് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ പക്ഷേ എന്താണ് ഇവയെന്ന് ശാസ്ത്രലോകത്തിന് ഇപ്പോഴും ഒരു ഉത്തരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അദൃശ്യ ശക്തികളെക്കുറിച്ച് പഠിക്കുവാനായി ഇനിയും നമ്മൾ ഒരുപാട് ദൂരം മുൻപോട്ട് പോകുവാനുമുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിലെ നിയമങ്ങൾ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെയാണോ പ്രവർത്തിക്കുന്നത്? എന്താണ് ഇലൂഷൻ? എന്താണ് കോൺഷ്യസ്നെസ്? ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയായുണ്ട്. ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഒരു വലിയ ജീവിയുടെ
തലച്ചോറിനുള്ളിലെ ഒരു ചിന്ത മാത്രമാണെങ്കിലോ? അതുമല്ലെങ്കിൽ അതീവ ബുദ്ധിശക്തിയുള്ള ഒരു കമ്പ്യൂട്ടർ സൃഷ്ടിച്ച സിമുലേഷൻ ആണെങ്കിലോ? ഈ സിദ്ധാന്തമനുസരിച്ച് നമ്മൾ കാണുന്നതെല്ലാം, നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഒരുതരം കോഡുകളോ വിവരങ്ങളോ മാത്രമാണ്. നമ്മുടെ ബോധവും ചിന്തകളും പോലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഭാഗവുമായിരിക്കാം. ഈ ആശയം വളരെ വിചിത്രമായി തോന്നാമെങ്കിലും ഇതിന് ചില യുക്തിപരമായ സാധ്യതകളുമുണ്ട്. ഉദാഹരണത്തിന്, അതിസങ്കീർണമായ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയർ കോഡും ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നു. അവരെ നമ്മളാണ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാകാത്തതുപോലെ തന്നെ നമ്മളെ മറ്റാരെങ്കിലും സൃഷ്ടിച്ചതാണെങ്കിലോ അത് നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കാത്തതുമാണെങ്കിലോ? നമ്മുടെ ഈ പ്രപഞ്ചം നമ്മൾ കൂടുതൽ അടുത്തറിയുവാൻ ശ്രമിക്കും തോറും കൂടുതൽ നിഗൂഢതകൾ നിറഞ്ഞതായി മാറിക്കൊണ്ടിരിക്കും. ഓരോ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോഴും ഉത്തരം ലഭിക്കാത്ത അനേകം ചോദ്യങ്ങൾ അത് നമ്മുടെ മുൻപിലേക്ക് വച്ച് നീട്ടുകയും ചെയ്യും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി നമ്മൾ പിന്നെയും മുൻപോട്ട് പോകുമ്പോൾ ഉത്തരം ലഭിക്കാത്ത അനേകം ചോദ്യങ്ങൾ വീണ്ടും നമുക്ക് വന്നെത്തുകയും ചെയ്യും. മനുഷ്യൻ്റെ ഈ യാത്ര ഉത്തരങ്ങൾ തേടിയാണ്. പ്രപഞ്ചമെന്ന ഈ നിഗൂഢതയുടെ ഉത്തരങ്ങൾ തേടി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായി നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്.